ഡി നസി, നീ വേഗം ഒന്ന് റെഡിയാവ്. നിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നിന്റെ ഉമ്മ കുറെ ആയില്ലോ ആ സ്ഥലം വെക്കണെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വെക്കണില്ലല്ലോ. നിന്റെ ഉമ്മ കളിപ്പിക്കുകയാണ് നമ്മളെ. നീ വേഗം റെഡിയാവ്. നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. നേരിട്ട് പോവാനാ? അതിന് ഉമ്മ എന്നാ വീട്ടിലുണ്ടാവില്ല. എന്ന് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് പോയിട്ടുണ്ടാവും. കല്യാണത്തിന് പോയാലും നിന്റെ ഉമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുമല്ലോ. അപ്പൊ കാര്യങ്ങൾ ചോദിക്കുക. അല്ലാണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും വെച്ചിട്ട് ഞാൻ മുജീബിന്റെ കണ്ണു പൊട്ടിച്ച് നടക്കുക, ഒഴിഞ്ഞും പതിനിട്ടും. അവനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി എനിക്ക് പൈസ തിരിച്ചു വയ്ക്കാന്നല്ലാണ്ട് വേറെ വഴിയില്ല. നീ വേഗം റെഡിയാകും, നമുക്ക് പോയിട്ട് വരാം. പടച്ചോനെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? റെഡിയാവടി. എന്തൊരു കഷ്ടമാണിത്. ഇക്കപ്പം ഇങ്ങനെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. ഉമ്മ അവിടെ ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. എത്ര നേരമായി ഇവള്? ഡി ഡി നിന്റെ കഴിഞ്ഞില്ലേ? നീ ഒന്ന് വേഗം വാ. അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അന്വേഷിച്ചിട്ട് ഇങ്ങോട്ട് വരും. ഉമ്മയോ മുജീബോ ആരെങ്കിലും ഒന്ന് വേഗം വാ. ഞാൻ ശരിക്കും പെട്ട്. ഇന്നെന്താ പെട്ടെന്ന് രണ്ടുപേരും കൂടിയിട്ട് ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നിരിക്കണ്? ഉമ്മ കല്യാണത്തിന് പോയില്ലേ? നസി പറഞ്ഞു ഉമ്മ കല്യാണത്തിന് പോയിട്ടുണ്ടാവും, വീട്ടിൽ ആരും ഉണ്ടാവില്ല എന്ന്. കല്യാണത്തിനാ? ആരുടെ കല്യാണം? അതിന് കല്യാണമൊന്നും ഇല്ലാലോ. അപ്പൊ കല്യാണമൊന്നും ഇല്ലേ? നസി പറഞ്ഞു ഉമ്മ കല്യാണത്തിന് പോയിട്ടുണ്ടാവും. ഉമ്മ സ്ഥലം വെക്കുന്ന കാര്യം എന്തായി? ഈ ആഴ്ച അടുത്ത ആഴ്ച എന്ന് പറഞ്ഞിട്ട് കുറെ മാസം കഴിഞ്ഞല്ലോ. പെട്ടെന്ന് നടക്കുവോ? സ്ഥലമാ? ഏത് സ്ഥലം? നിങ്ങളുടെ സ്ഥലം. നസി പറഞ്ഞു ഉമ്മ സ്ഥലം വിറ്റിട്ട് പൈസ തരും ഫ്ലാറ്റ് വാങ്ങിക്കാന്. ആ വിശ്വാസത്തിലാണ് ഞാൻ മുജീബ് അറിയാണ്ട് അവന്റെ പൈസ എടുത്തിട്ട് തിരിമറി ചെയ്തിട്ട് ഫ്ലാറ്റ് വാങ്ങിച്ചത്. പെട്ടെന്ന് അതിൽ തിരിച്ചു വെക്കണം. എന്താ നീ പറയണത്? നീ ഏത് സ്ഥലത്തിന്റെ കാര്യമാണ് പറയണത്? ഞങ്ങൾക്ക് സ്ഥലമില്ലല്ലോ. അതിന് ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇവളുടെ കല്യാണത്തിന് ബുദ്ധിമുട്ടായപ്പോ ആ സ്ഥലം വിറ്റിട്ടാണ് ഇവളുടെ കല്യാണം നടത്തിയത്. പിന്നെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് ലോണിനായിരുന്നു. ലോണ് കെട്ടാണ്ട് ഒരുപാടായപ്പോ ആ വീടും വിറ്റു. ഇപ്പൊ ഞാനും ഇവളുടെ വാപ്പയും കൂടിയിട്ട് ഈ വീട്ടിൽ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. അതാ സമീറേ, നീ എന്തൊക്കെയാണ് പെണ്ണ ഈ മരുമാന്റെ അടുത്ത് ഇല്ലാത്ത പറഞ്ഞു വെച്ചിരിക്കുന്നത്? പോയി വെള്ളം എടുത്തിട്ട് പാടി. സമീറേ, വേഗം വെള്ളം കൊണ്ട് പാടി. എണിക്ക. ഇനി ഞാൻ എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു പിടുത്തവുമില്ല. നീ ഫ്ലാറ്റ് വാങ്ങാൻ പോണെന്നൊക്കെ നസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കഥയുള്ളത് ഞാൻ അറിയില്ലാട്ടോ സമീറെ. എനിക്കൊന്നും എന്നെ കൊണ്ട് ഒരു വാക്ക് പറയായിരുന്നില്ല ഫ്ലാറ്റ് വാങ്ങണതിന്റെ മുമ്പിട്ട്. എന്നാ പിന്നെ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നാ പിന്നെ കാര്യങ്ങളൊന്നും ഇത്രത്തോളം എത്തില്ലായിരുന്നു. തൽക്കാലം ഞാൻ ആ ഫ്ലാറ്റ് വേറെ ആർക്കെങ്കിലും വെക്കുകയാണ്. അതുവരെ നീ ഇവിടെ നിന്നോ. വേറൊരു വീട് വാടകയ്ക്ക് കിട്ടണവരെ. വാടകയ്ക്കാ? മുണ്ടി പോകരുത്. എല്ലാം നിന്റെ അത്തേക്കെല്ലാം കാരണം ഇങ്ങനെയൊക്കെ ആയത്. എല്ലാം സോൾവ് ചെയ്തിട്ട് ഞാൻ നിന്നെ വന്ന് വിളിക്കാം. ആദ്യം മുജീബിൽ പോയിട്ടൊന്ന് കാണണം, എല്ലാം തുറന്നു പറയണം. അതുവരെ നീ ഇവിടെ നിന്നോ. എന്ത് പണിയാ വേണ്ട നീ ചെയ്തു വെച്ചിരിക്കുന്നത്? ആരെങ്കിലും ഇരിക്കണ വരെ മുറിക്കോ? കുളിക്കാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോഴത്തേനും മതിയായ? ഇത്തിരി വെള്ളമാണ്, നിറയെ വെള്ളമുണ്ട്. പോരാത്തതിന് നല്ല ചൂടും. റൂബിയെ, ഇന്ന മകളെ തോർത്ത് നീ വേഗം പോയി കുളിക്ക്. ഇപ്പൊ കുട്ടി ഉറങ്ങിയല്ലേ. കുട്ടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുക്കണ്ടേ. പിന്നെ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. മുജീബ് വെള്ളം ഒഴിച്ചില്ലേ? ആ മകളെ കൊണ്ടൊഴിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ വേഗം പോയി കുളിക്ക്. ആമ്മ അപ്പൊ പോവാ. കരയണ്ടാ, ഉമ്മ ഇപ്പൊ കുളിച്ചിട്ട് വരും. റൂബിയെ, ഒന്ന് വേഗം വരൂ ഇങ്ങോട്ട്. അവളെ കൂടെ ഞാൻ അപ്പഴും പറഞ്ഞതാണ് കുട്ടി അടിക്കുമ്പോഴത്തേനും കുളിച്ചിട്ട് വരാൻ. അവള് പറഞ്ഞ കേൾക്കൂല. ഒന്നിങ്ങോട്ട് വേഗം വാ.
ഓ ഓ ഓ ഓ കരയണ്ട കരയണ്ട, ഉമ്മപ്പ കുളിച്ചിട്ട് വരും. റൂബിയെ കഴിഞ്ഞില്ലേ, കുട്ടി അഴിച്ചു. അവളെ കൊണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞതാണ് വേഗം കുളിച്ചിട്ട് വരാൻ. ഓ ഓ ഓ ഓ അപ്പളേക്കും അഴിച്ചാ തരി. ആ അതാ ഉമ്മ കുളിച്ചിട്ട് വന്നല്ലോ. ഞാൻ അപ്പളും പറഞ്ഞില്ല നിന്നെ കൊണ്ട് കുട്ടി അടിക്കുമ്പത്തിന് വേഗം കുളിച്ചിട്ട് വരാന്. എന്നാ പാല് കൊടുക്ക്, വിശക്കുണ്ടാവും. പോയി പാല് കൊടുക്ക് റൂബി. മുജീബേ ഇത്തിരി മട്ടൻ വാങ്ങിയിട്ട് വേണ്ട അവൾക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാന്. ആ ഞാനിപ്പോ പോവമ്മ. ഇക്ക വരുമ്പോഴേ കുട്ടിക്ക് സിർലാക്ക് വാങ്ങിച്ചോ. ആ ശരി. ഹംസക്ക ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ഞാൻ ഇവിടെ എത്തും. ആ ഞാൻ കുറച്ച് മട്ടൻ വാങ്ങാൻ വന്നതാണ്. ആ ഞാൻ ഇപ്പൊ വരാം. അമ്മായി എന്നത് ആ അമ്മായി തന്നെ. ഹംസക്ക ഞാൻ ഇപ്പൊ വിളിക്കാം. അമ്മായി 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 എന്താ ഇവിടെ? ഇതെന്ത് കോലാണ് അമ്മായിയെ? നിങ്ങളല്ലേ പറഞ്ഞ കാവങ്ങളുടെ വീട്ടിക്ക് പോകണമെന്ന്? പിന്നെ ഇതെന്താ ഇങ്ങനെ സഞ്ചിയൊക്കെ ആയിട്ട്? എല്ലാം ഞാൻ ചെയ്ത പാപം. നിന്നെ ഉപദ്രവിച്ചതിന് പറിച്ചവൻ എനിക്ക് ശിക്ഷ തന്നതാണ്. ഇപ്പോഴും ഞാൻ ആങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. മരിക്കുന്ന വരെ ജീവിക്കണ്ടേ. അവന്റെ ആട്ടും തുമ്പൊക്കെ കണ്ടിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അമ്മായിയെ എന്താ ഉണ്ടായത്? അമ്മായിന്റെ ആങ്ങളെ അമ്മായിനെ നോക്കണില്ലേ? അവിടെ ഇപ്പൊ ഞാൻ ജീവിക്കണത് നോക്കി. നിങ്ങളുടെ പെങ്ങളിലൊന്നും ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ മകളുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കാന്. നിങ്ങളുടെ പെങ്ങൾ ഇത്രയും കാലം ജയിലിലായിരുന്നില്ലേ? ഇവിടെ വന്ന് താമസിപ്പിക്കാൻ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ എന്ത് വെച്ചിട്ടാണ്? ജമീല സൈനബാക്ക് ആരാ ഉള്ളത്? അവൾ ഇവിടെ നിന്നോട്ടെ. ഇങ്ങനെ ഒരു പെങ്ങളെ ഈ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് മോശമായിട്ട് എന്റെ മകൾക്കാണ്. അവൾക്ക് നാളെ മേലേക്ക് ഒരു കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി മുജീബൊന്നും കെട്ടാൻ പോണില്ലല്ലോ റസിയാനെ. ഇനി വേറെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ? ഇങ്ങനെ ഒരു പെങ്ങൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലോ ആരെങ്കിലും കേട്ടോ റസിയാനെ? ഇത്രയും കാലം മുജീബിനെ കൊണ്ട് റസിയാനെ കെട്ടിക്കാൻ നോക്കിയല്ലോ ആങ്ങളെയും പെങ്ങളും കൂടിയിട്ട്. എന്നിട്ട് വല്ലതും നടന്നാ? പൊന്നുപോലെ നോക്കി ആ മുജീബിന്റെ കുട്ടിനെ കൊല്ലാൻ നോക്കിയ പെങ്ങളാണ് നിങ്ങളുടെ. ഈ വീട്ടിൽ നാളെ മേലാൾക്ക് എന്തെങ്കിലും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? എന്ത് വിശ്വസിച്ചിട്ട് ഇരിക്കും എല്ലാവരും? ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ജമീല. നിങ്ങൾ പറയണത് കേട്ടിട്ട് ഞാൻ ഈ വീട്ടിൽ ഇരുന്നോളാം. ഇവൻ എന്നെ നോക്കാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നിട്ടുണ്ടാവും മുജീബിന്റെ വീട്ടിൽ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ ഇങ്ങോട്ട് വരുകയും ചെയ്തിട്ട് ഞാൻ ഇനി എങ്ങനെയാണ് അങ്ങോട്ട് കയറി പോവുക? ആ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോഴേ ആലോചിക്കണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും എന്നുള്ളത്. എൻ്റെ ജമീല നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ. അവൾ എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ? ഇനിയിപ്പോൾ ഇറങ്ങി പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ല. മുജീബിൻ്റെ വീട്ടിൽ നിന്ന് അവൾ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. അവൾ വരുന്ന മുമ്പിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞത് ഇങ്ങോട്ട് വന്നോളാൻ. നീ ഇപ്പോൾ ഓരോന്നും പറഞ്ഞിട്ട് വിഷമിപ്പിക്കാതെ. അവൾ ഇവിടെയൊക്കെ താമസിക്കട്ടെ കുറച്ച്. ഈ തുണികളൊക്കെ ഒന്ന് പോയി തിരുമ്പ്. അവിടെ മരം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് തിരിഞ്ഞു കഴിഞ്ഞിട്ട് അതൊക്കെ വെട്ടിക്കേറിയിട്. ഇല്ലെങ്കിലും മേലൊക്കെ ഒന്ന് അണിഞ്ഞിട്ട് പണി ചെയ്യും. സൈനബ അവള് പറയുന്നത് എന്താണെന്ന് വെച്ചാലേ അതുപോലെ കേട്ട് നിന്നോ. അങ്ങനെ ഞാൻ അവിടെ ചെയ്തു കൂട്ടിയതിനൊക്കെ ഞാനിപ്പോ ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഇതാ ഇപ്പൊ സാധനങ്ങൾ വാങ്ങാൻ വിട്ടാക്കിയൊക്കെയാണ്. ഞാൻ വേഗം വാങ്ങിട്ട് പോട്ടെ, അല്ലെങ്കിൽ ജമീലാന്റെ വായിന്ന് കേൾക്കും വൈകി കഴിഞ്ഞ. അമ്മായിക്ക് എന്റെ കൂടെ വന്നുകൂടെ? ഇങ്ങനെ കഷ്ടപ്പെടണ? മുമ്പത്തെ പോലെ എന്റെ കൂടെ ഇരുന്നൂടെ? ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ടും നീ അതൊന്നും മനസ്സിൽ വെക്കാണ്ട് എന്നെ അങ്ങനെ തിരിച്ചു വിളിച്ചല്ലോ. അമ്മായിക്ക് അത് മതി. ഞാൻ പോട്ടം വേണേ. അമ്മായി ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. അമ്മായി എന്റെ കൂടെ വാ. മോനെ മുജീബേ, അത് പിന്നെ അമ്മായി ഒന്നും പറയണ്ട, ഇങ്ങോട്ട് വരി. റൂബി ഇതാരാ വന്നിരിക്കുന്നു നോക്ക്. ആരാണ്?
റൂബി പ്രസവിച്ച എന്ത് കുട്ടിയാണ്? ആൺകുട്ടിയാണ് അമ്മയെ. അങ്ങനെ മുജീബനെ പോലെ തന്നെ ഉണ്ട്, ആ മൂക്കും ആ പിരിവും ആ ചുണ്ടും ഒക്കെ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നെ കൊണ്ട് ദേഷ്യമാണെന്ന്, വെറുപ്പും ഉണ്ടാവും. അത്രയ്ക്ക് ഞാൻ നിങ്ങളുടെ ഉപദ്രവം ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജീവിതം അത്രയ്ക്കും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് പുറത്തു തരണം. ഞാൻ ഇത്തിരി ആ കുട്ടിനെ എടുക്കട്ടെ. ഇതാ പടച്ചോനെ, ഈ കുട്ടിനെയല്ലേ ഞാൻ ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. പടച്ചോനെ, എനിക്ക് പുറത്ത് എന്ത് തങ്കം പോലത്തെ കുട്ടി. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറ്റവും ഉണ്ടാവില്ല. ഒന്നും ഞാൻ പിന്നെ ദ്രോഹിക്കില്ല. എല്ലാത്തിനും എനിക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. ഇനിയെങ്കിലും നേരെ നിരിക്കണം. നിങ്ങളെ റൂബിന്റെ അടുത്ത് കുട്ടിനെ കൊടുത്തിട്ട് വരി, ഞാൻ ചോറ് എടുത്ത് വെക്കാം. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല. വരി. മുജീബേ, അല്ല, ഇത് ആരാണ്? അളിയനാ? വാ അളിയാ, ഇതെന്താ ഈ വഴിക്കൊക്കെ? മമ്മീക്കത്ത് നീ എന്താ കാണിച്ചത്? ഒരു ആപത് കാലത്ത് ജോലി തന്ന് സഹായിച്ചതിന് പാല് തന്ന് കഴിക്കുന്നതിന് കൊത്തിയില്ലേ? ഇങ്ങനെയൊക്കെ പൈസ പറ്റിക്കുന്ന നിനക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? അത് ലക്ഷങ്ങള്. എന്നിട്ട് അവൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. ഇവൻ എത്ര പ്രാവശ്യം നിന്നെ കാണാൻ വേണ്ടി വന്നു? അപ്പോഴൊക്കെ മുന്നിൽ നടക്കും. എന്നിട്ട് അവൻ മൂന്ന് മണ്ണാടിക്കുന്ന അളിയപ്പം വന്നല്ലോ. മുജീബെ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, പറ്റിപ്പോയി. നസി പറഞ്ഞു അവളുടെ ഉമ്മാന്റെ സ്ഥലം വിറ്റിട്ട് പൈസ തരാം, അത് തിരിച്ചു വെച്ചാൽ മതിയല്ലോ എന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ ഫ്ലാറ്റ് വാങ്ങിയതാണ്. പിന്നീടാണ് മനസ്സിലായത് അവർക്ക് അങ്ങനെ ഒരു സ്ഥലവും ഇല്ല എന്ന്. ഇപ്പൊ ഞാൻ ആ ഫ്ലാറ്റ് വേറെ ഒരാൾക്ക് മറിച്ചു കൊടുത്തിട്ട് ആ പൈസയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിന്റെ അടുത്ത് നിർത്ത പൈസ ഇതിലുണ്ട്, 1,00,000 രൂപ കുറവുണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം, കുറച്ച് സമയം തരണം. എന്നാ ഇത് വാങ്ങും മുജീബെ. അളിയ ഇരിക്കളിയാ. ഇല്ല മുജീബെ, പോട്ടെ. നസി അവളുടെ വീട്ടിലാണ്, വാടകയ്ക്ക് വീട് നോക്കണം. റൂബി എവിടെ? ഞാൻ കുട്ടിനെ കണ്ടിട്ടില്ല. ആ, റൂബി കുട്ടി ഉള്ളിലുണ്ട്. റൂബി, കാക്ക ഈ പൈസന്റെ കാര്യം കൊണ്ട് ഈ കുട്ടിനെ കാണാനും കൂടി ഒന്നും വരാനായില്ല. ഞാൻ മനഃപൂർവ്വം വരാണ്ടിരുന്നതല്ല റൂബി. അത് സാരമില്ല കാക്ക. ഷമീറെ, നീ എന്തിനാ വാടകയ്ക്ക് പോവാൻ നിൽക്കുന്നത്? നമ്മുടെ വീടുണ്ടല്ലോ, അങ്ങോട്ട് വന്നോടെ. എനിക്ക് വാടകയ്ക്ക് പോണാ? വേണ്ടമ്മ, ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാണ്ടിരിക്കണമെങ്കിൽ ഞാൻ വേറെ താമസിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ നമ്മുടെ ഈ സ്റ്റോറി നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞു വിട്ട കഥ ഇനി തുടരാൻ ആരും പറയണ്ട. എനിക്കറിയില്ല ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമല്ലെങ്കിൽ അത് പറയണം. ഇഷ്ടമല്ലെന്ന് പറയണ്ട കേട്ടോ, വെറുതെ ഉള്ളതാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്.